ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതായത് നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസ് ലെമൺ എന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് തന്നെ അതിൻ്റെ എറർ ഫിക്സ് ചെയ്യുന്ന ആ ഒരു 2 വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടായി. സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് എറേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വളഞ്ഞ വഴിയിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. സോ വളരെ ടൈം വേസ്റ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക, വളരെ ഇതായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു 2 വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടായി. ഇനി മുതൽ വരുന്ന വീഡിയോസ്, അതായത് ഈ ഒരു ടൂള് തന്നെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ടെർമെക്സിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. പുറത്തുനിന്ന് വേറൊരു എന്താ പറയുക, ഒരു ഡിസ്ട്രിബ്യൂഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ടെർമെക്സിൽ തന്നെ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ടെർമെക്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാക്കേജ് എല്ലാം റിമൂവ് ചെയ്യുക. സോ അതിനായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾ ടെർമെക്സിൽ ലോങ് പ്രസ് ചെയ്യുക, അതിൻ്റെ ആപ്പ് ഇൻഫോയിൽ പോയിട്ട് സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ടെർമെക്സ് പഴയതുപോലെ ആക്കുക. വീണ്ടും തിരിച്ചു വന്ന് APT അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുക. അതിനുശേഷം ഗിറ്റ് ക്ലോൺ ഉപയോഗിച്ച് ആ ഒരു ലെമൺ എന്ന ഒരു റെപ്പോസിറ്ററി നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുക. ശേഷം CD സ്പേസ് ലെമൺ എന്ന ഫോൾഡറിലേക്ക് കയറുക. അവിടെ ഇനി നിങ്ങൾക്ക് കുറച്ച് കമാൻഡ്സ് അടിക്കാനുണ്ട്. സോ നമ്മുടെ സെയിം കമാൻഡ് തന്നെയാണ്, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു 2 കമാൻഡ് ലൈൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം പഴയ ആ ഒരു കമാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ IP അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ടെർമെക്സിലെ ന്യൂ സെഷൻ എടുത്ത് ifconfig അടിക്കുക. അവിടെ നിന്നും IP അഡ്രസ്സ് കോപ്പി ചെയ്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു സെഷനിലേക്ക് അടിക്കുക. ദെൻ പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ കൊടുക്കുക. അതിനുശേഷം അത് അവിടെ കാണുന്ന പോലെ ആ ഒരു പാത്ത് അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു APK ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ലെമൻ്റെ. സോ അത് നമുക്ക് ആവശ്യമില്ല. എന്തായാലും ഒരു കമാൻഡ് ലൈൻ അടിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ വരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ നമ്മുടെ നേരത്തെയുള്ള കമാൻഡ് എല്ലാം അതേപോലെ തന്നെ അടിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു പാക്കേജ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. APT ഇൻസ്റ്റാൾ Node.js എന്ന് കൊടുക്കുക. Y കൊടുത്ത് എൻ്റർ അടിക്കുക. ഓക്കെ, അടുത്തതായിട്ട് npm install pm2-g എന്ന് കൊടുക്കുക. ഓക്കെ, pm2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് npm install എന്ന് കൊടുക്കുക. അതിനുശേഷം npm audit fix എന്ന് കൊടുക്കുക. അതിനുശേഷം npm audit, then npm audit fix -force എന്ന് കൂടി കൊടുക്കുക. ഓക്കെ, സെയിം കമാൻഡ് തന്നെ, പക്ഷേ ആകെയുള്ള ഡിഫറൻസ് നമ്മൾ ടെർമെക്സിൽ ഡയറക്റ്റ്ലി ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നതാണ്. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. ഓക്കെ, ഓക്കെ, അടുത്തതായിട്ട് ലെമൺ എന്ന ഫോൾഡറിലേക്ക് CD കമാൻഡ് യൂസ് ചെയ്ത് കയറുക. അതിനുശേഷം അവിടെയും npm install എന്ന കമാൻഡ് കൊടുക്കുക. സോ ഇപ്പം നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് pm2 start index.js എന്ന കമാൻഡ് കൊടുക്കുക. അതിനുശേഷം pm2 ഉപയോഗിച്ച് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും pm2 എനേബിൾ ആയിട്ടുണ്ട്. സോ അടുത്ത കമാൻഡ് pm2 startup എന്ന് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ആദ്യം ഇൻഡെക്സ് സ്റ്റോപ്പ് ചെയ്യുക. pm2 സ്റ്റോപ്പ് ഇൻഡെക്സ് എന്ന് കൊടുക്കുക.
അതിനുശേഷം മൈക്രോ എന്ന എഡിറ്റർ ഉപയോഗിച്ച് main.db.json എന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് എന്ന 2 ടാഗ് കാണാൻ സാധിക്കും. സോ അവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് അഡ്മിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കാം. അതിനുശേഷം പാസ്വേഡ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, ഒരു MT5 ഹാഷ് ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. സോ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക, MT5 ഹാഷ് ജനറേറ്റർ എന്ന് കൊടുക്കുക. സോ അവിടെ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ ജനറേറ്റ് എന്ന് കാണും, അവിടെ ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് MT5 ഹാഷ് കോപ്പി ചെയ്യുക. ആ കോപ്പി ചെയ്ത ആ ഒരു ഫോർമാറ്റാണ് നമ്മൾ പാസ്വേഡ് എന്ന ആ ഒരു ഭാഗത്ത് കാണുന്നത് അവിടെ കൊടുക്കേണ്ടത്. സോ അതിനുശേഷം Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക, Ctrl+Q കൊടുത്ത് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് PM2 റീസ്റ്റാർട്ട് ഓൾ എന്ന് കൊടുത്ത് ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. അവിടെ നിങ്ങൾ ഈ ഒരു ലിങ്കിലേക്ക് കയറുക. ഓക്കെ, അതായത് http://127.0.0.1:22:533 ഈ ഒരു ലിങ്കിലേക്ക് കയറുമ്പോൾ ഇതുപോലെ ലെമൺ എന്ന ഒരു പേജ് കാണാൻ സാധിക്കും. സോ ഈ ഒരു പേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി വിത്തൗട്ട് എനി എറേഴ്സ് നമ്മൾ ലെമൺ എന്ന ഒരു ടൂള് നമ്മൾ ടെർമെക്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇനി ഇവിടെ നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ ഡിവൈസസ്, APK ബിൽഡർ, അതുപോലെ തന്നെ ഇവൻറ്റ് ലോഗ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. സോ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇനി പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.